പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ അവസാന സെമസ്റ്റർ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു. റിസൾട്ട് വന്ന് ഡിഗ്രി ലഭിച്ച എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ. ഏതെങ്കിലും പേപ്പറൊക്കെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ആ പരീക്ഷ എഴുതി എടുക്കുക. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത എല്ലാ അവസാന സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞ് ഇനി ചിലപ്പോൾ ചില പേപ്പറുകൾ സപ്ലൈ ചെയ്താനുള്ള വിദ്യാർത്ഥികളോടായിട്ടുള്ളതാണ് നമ്മൾ പറയാൻ നിൽക്കുന്നത്. അവരുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അവസാന സെമസ്റ്റർ റിസൾട്ട് വന്നു. നിങ്ങളുടെ കയ്യിൽ 6 സെമസ്റ്ററിൻ്റെ റിസൾട്ടാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഇനി നിങ്ങൾക്ക് ആദ്യം ലഭിക്കേണ്ടത് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ്, എല്ലാ സെമസ്റ്ററിൻ്റെ ഗ്രേഡുകൾ എല്ലാം കൂടിയ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ആൻഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. പിന്നീട് ലഭിക്കേണ്ടത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ എങ്ങനെ ലഭിക്കുമെന്നുള്ള ഒന്നാമത്തെ ഒരു സംശയം. ഇതിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും എല്ലാ വിഷയങ്ങളും പാസ്സായ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിലെ ഓഫീസിലേക്ക് ഒരു 3 ആഴ്ചക്കകോ അല്ലെങ്കിൽ ഒരു മാസത്തിനിടയിലായിട്ട് വരുന്നതാണ്. മുൻപ് പല സമയങ്ങളിലും ഓൺലൈനിലൂടെ ഇതിനെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന രീതി ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി അറിയിക്കുന്നതാണ്. മുൻ വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ, അഡ്മിഷനും ഉപയോഗിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആ ഗ്രേഡ് കാർഡിൽ ഉണ്ടായിരിക്കും ടോട്ടൽ CGPA ടോട്ടൽ പെർസെൻറ്റേജും. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയം, എനിക്ക് ഇപ്പോൾ അഡ്മിഷന് അപേക്ഷ കൊടുക്കണം, അതിന് ഞാൻ എങ്ങനെ CGPA കാണും, അതിന് ഞാൻ എങ്ങനെ പെർസെൻറ്റേജ് കാണും എന്നൊരു സംശയം ഉണ്ടാവും. അത് എങ്ങനെയെന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ നോക്കാം. CGPAയും പെർസെൻറ്റേജും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ലഭിക്കുന്നത് വരെ വല്ല പരീക്ഷയുടെ അപേക്ഷക്കോ അഡ്മിഷനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും ഗ്രേഡ് കാർഡ് എടുക്കുക. ആ ഗ്രേഡ് കാർഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചില റിസൾട്ടുകൾ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ ഉണ്ടാവും, അത് എടുക്കാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? SGPA. ഈ SGPA ഈ ക്രെഡിറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ടോട്ടലുമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ എത്രയാണുള്ളത്? 12, 18 ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ 18ഉം ഈ SGPA ആണ് നമുക്ക് വേണ്ടത്. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ ഒരു ടേബിൾ ഉണ്ടാക്കുക. സെമസ്റ്റർ SGPA ടോട്ടൽ ക്രെഡിറ്റ് എന്നുള്ള ഒരു ടേബിൾ ഉണ്ടാക്കുക. ആ ടേബിൾ ഉണ്ടാക്കിയിട്ട് എല്ലാ സെമസ്റ്റർ എഴുതുക. അതിലെ ഓരോ സെമസ്റ്ററിലെയും SGPAകൾ എഴുതാം. അതിലെ ഓരോ സെമസ്റ്ററിനെയും ടോട്ടൽ ക്രെഡിറ്റ്, നിങ്ങളുടെ ക്രെഡിറ്റ് എന്ന് കാണും ഓരോ സബ്ജക്റ്റിനും. അതിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടത്, അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അത് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ടോട്ടൽ കാണും. അതെപ്പോഴും 120 ആകും. ഓക്കെ, ആ 120 ചില കോഴ്സുകൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. 120 പൊതുവേ ഉണ്ടാവാറുള്ളത്. അങ്ങനെയുള്ള ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് SGPA ഇൻറ്റു ടോട്ടൽ ക്രെഡിറ്റ് ഓരോ സെമസ്റ്ററിനതും 6.5 ഇൻറ്റു 19 123.5, A ഇൻറ്റു 21 147, അങ്ങനെ ഓരോ 6 ഇൻറ്റു 20 120, A.5 ഇൻറ്റു 20 150, A ഇൻറ്റു 20 150, A ഇൻറ്റു 20 150. ഇങ്ങനെ ലഭിച്ചതിൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ 820 120 നമുക്ക് കിട്ടും. ഇനി നമ്മൾ CGPA കാണും. CGPA കാണാൻ 820.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് 120, 820.5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 120, 6.83. ഇതാണ് നിങ്ങളുടെ CGPA. ഇനി അതിൽ നിന്ന് പെർസെൻറ്റേജ് കാണാൻ CGPA ഇൻറ്റു 10 ആണ്. 6.83 ഇൻറ്റു 10 68.3. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും കാണാൻ വളരെ ഈസിയാണ്. നിങ്ങളുടെ SGPA ടോട്ടൽ ക്രെഡിറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? SGPA ഇൻറ്റു ടോട്ടൽ ക്രെഡിറ്റ് ഓരോ സെമസ്റ്ററിനത് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ 6 സെമസ്റ്ററിൻ്റെ ക്രെഡിറ്റ് ആണ് CGPA. അതിൻ്റെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ഇങ്ങനെയാണ് ഇത് കാണേണ്ടത്. അപ്പോൾ CGPA കാണുന്നതും അതുപോലെ തന്നെ പെർസെൻറ്റേജ് കാണുന്നതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു പല സംശയങ്ങളുണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി വല്ല വിഷയങ്ങൾക്കും സപ്ലിമെൻ്ററി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കണം. അത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്ന രീതിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ വിഷയങ്ങളും പാസ്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് കോളേജിലേക്ക് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എത്തില്ല. എല്ലാ വിഷയങ്ങളും പാസ്സായതിനു ശേഷം യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് റീവാല്യൂഷനോ ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റോ എഴുതിയിട്ട് റിസൾട്ട് പെൻഡിംഗ് ഉള്ള വിദ്യാർത്ഥികൾ പിന്നീട് എന്ത് ചെയ്യണം? ഗ്രേഡ് കാർഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ ചേഞ്ച് ചെയ്യുന്നതിനും യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കേണ്ടി വരും. പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള സംശയം,
ഇനി ഞങ്ങൾക്ക് എഴുതാനുള്ള സപ്ലിമെൻ്ററി പരീക്ഷകൾ ഏതൊക്കെ സമയങ്ങളിൽ ഈ വർഷങ്ങൾ നടക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. 4th സെം എക്സാം ജൂൺ ഉടനെ ഉണ്ടാകും. അതുപോലെ തന്നെ 5th സെം എക്സാം നടക്കാറുള്ളത് എല്ലാ വർഷങ്ങളിലും നവംബർ മാസത്തിലാണ്. 6th സെം എക്സാം മാർച്ചിലോ ഏപ്രിലോ ആണ് നടക്കാറുള്ളത്. അത് അതുപോലെ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ പരീക്ഷ എന്നാണോ അതിൻ്റെ കൂടെ ആയിരിക്കും ഈ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ നടക്കുക. അതല്ലാതെ മറ്റൊരു രീതിയിൽ ഒരു സ്പെഷ്യലായിട്ട് എക്സാമുകൾ ഇതുവരെ യൂണിവേഴ്സിറ്റി നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താനുള്ള സാധ്യതയും കുറവാണ്. അതിന് കുറച്ച് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, അതേപോലെ ഫിസിക്കലായിട്ട് കുറേ ആളുകളുടെ ആവശ്യം വരും, മാൻ പവർ കൂടുതലായിട്ട് വരും. അതുകൊണ്ട് അത് നടക്കാറില്ല. മറ്റൊരു സംശയം ഉണ്ടാകുക, NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തത് എൻ്റെ മാർക്കിലേക്ക് ആഡ് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെ ലഭിക്കുമെന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എന്നാണോ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ലഭിക്കുന്നത് അത് രേഖപ്പെടുത്തിയിട്ടായിരിക്കും വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ലഭിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം, അത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് മാറ്റേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ മറ്റൊരു സംശയമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നത്. അത് ഓൺലൈൻ മുഖേനയാണ് അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ അപേക്ഷിക്കേണ്ട. നിങ്ങളുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിച്ചതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് നിങ്ങളുടെ ഡിഗ്രി പാസ്സാക്കിയതിന് ശേഷം ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് റിവാലുവേഷൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ടെങ്കിൽ, നിങ്ങൾ അപേക്ഷിച്ചത് വരാനുണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇത് എപ്പോഴാണോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷിക്കുക. ഏറ്റവും വേഗത്തിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷിച്ച് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നിങ്ങളുടെ ഒരു ഡിഗ്രി കാലയളവ് പൂർത്തീകരിക്കുന്നതിനിടയിൽ നിങ്ങളുമായി ഒട്ടേറെ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഓക്കെ, താങ്ക് യു.